ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു പഴയ വീട് പെട്ടെന്ന് പൊളിച്ചിട്ട് പഴയ വീട് നമ്മൾ പുതുക്കി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ കറണ്ട് കണക്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. കറണ്ട് കണക്ഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അകത്തെ DBയിൽ നിന്ന് മാറ്റി നമുക്ക് പുറത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് ചെറിയ രീതിയിൽ, അതായത് LCB കാര്യങ്ങളൊന്നും ഓൾറെഡി ഇവിടെ ഇല്ല, ഐസൊലേറ്റർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് ഒരു കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് എന്നാൽ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പഴയ DB പൊളിച്ച് മാറ്റി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് പുറത്ത് നമുക്കൊരു DB വെച്ച് ചെറിയൊരു കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്, പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന കണക്ഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ അകത്തുനിന്നുള്ള DB, നമ്മൾ ആദ്യം അകത്തുനിന്നുള്ള കണക്ഷൻ കാര്യങ്ങൾ, ഈ മീറ്ററിൽ നിന്നുള്ള കണക്ഷൻസ് കാര്യങ്ങളെല്ലാം വിടിച്ചതിന് ശേഷം അകത്തുനിന്നുള്ള DB കാര്യങ്ങളെല്ലാം പൊളിച്ചെടുത്ത് അകത്തേക്കുള്ള കണക്ഷൻ കംപ്ലീറ്റ് നമുക്ക് മീറ്ററിൽ നിന്ന് പോകുന്ന കണക്ഷൻ, ഈ രണ്ട് മഞ്ഞ വയറാണ് അകത്തേക്ക് പോയിട്ടിരുന്നത്. അത് രണ്ടും ആദ്യമേ തന്നെ അവിടെ നിന്ന് വിടിയിച്ച് പുറത്തേക്ക് എടുക്കുക എന്ന് വെച്ചാൽ വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യണം. അതിൻ്റെ ടേപ്പ് കാര്യങ്ങൾ ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത്. പിന്നെ സപ്ലൈ വരുന്നത്, ഈ രണ്ട് സപ്ലൈ വരുന്ന വേണ്ട റെഡും ബ്ലാക്കുമാണ് നമ്മുടെ KCBയിൽ നിന്ന് വരുന്നത്. റെഡും ബ്ലാക്ക് ഇതിൽ KCBയിൽ വന്നതിന് ശേഷം രണ്ട് മഞ്ഞ ഫേസ് ന്യൂട്രലായിട്ടാണ് ഇതിൽ നിന്ന് ഔട്ട് പോകുന്നത്, മീറ്ററിൽ നിന്ന് ഔട്ട് പോകുന്നത്. സിംഗിൾ ഫേസ് മീറ്ററാണ് ഇത്. നേരെ സിംഗിൾ ഫേസ് മീറ്റർ നമ്മൾ എടുത്തതിന് ശേഷം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈവ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വേണം ഓരോ കണക്ഷൻസും കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാനായിട്ട്. കാരണം KCBയിൽ ഓൾറെഡി കണക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ KCBയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫ് ചെയ്ത് തരും. അതിനുശേഷം ടെമ്പററി നമ്മൾ ഈ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ആ വന്ന രണ്ട് മഞ്ഞ വയർ നമ്മൾ ആദ്യമേ തന്നെ ഐസൊലേറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. ഐസൊലേറ്ററിലേക്ക് നമ്മൾ കൊടുക്കും, അതായത് മീറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ് ന്യൂട്രമാണ് ഈ വരുന്ന രണ്ട് മഞ്ഞ വയർ നമ്മൾ ഏതാണെന്ന് കറക്റ്റ് ചെയ്യണം. ഫേസ് ഏതാണ് ന്യൂട്രൽ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫേസ് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏതാണോ ടെസ്റ്റർ കുത്തിയാൽ തെളിയുന്ന വയർ ഏതാണോ അതിലാണ് നമ്മുടെ ഫേസ്, അതാണ് നമ്മുടെ ഫേസ് വന്നത്. ന്യൂട്രൽ എന്ന് പറയുന്നത് ടെസ്റ്റർ കുത്തിയാൽ തെളിയാത്ത വയറാണ്, അതിൻ്റെ അകത്താണ് ന്യൂട്രൽ വരുന്നത്. അപ്പോൾ ഫേസ് ന്യൂട്രൽ ആദ്യമേ തന്നെ കണക്ഷൻ നോക്കി കറക്റ്റ് ചെയ്യണം. മീറ്റർ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും തുറക്കാനോ കാര്യങ്ങളൊന്നും തുറക്കാൻ പാടില്ല, അധികാരം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ആയതുകൊണ്ട് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അത് അറിയില്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റർ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ലൈറ്റ് തെളിയുന്നത് ഫേസ്. ഇനി നമ്മൾ ഈ രണ്ട് മഞ്ഞവർ ഏറ്റവും ആദ്യം നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ MCBയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഐസൊലേറ്ററിലേക്ക് നമ്മൾ കൊടുത്തു, അതിനുശേഷം MCBയിലേക്ക് കണക്ട് ചെയ്തു. MCBയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഐസൊലേറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ന്യൂട്രലും താഴെ നമ്മൾ ഐസൊലേറ്റർ കണക്ട് ചെയ്തു. ഫേസ് നമ്മൾ അതിനുശേഷം ഐസൊലേറ്ററിൻ്റെ മുകളിൽ നിന്ന് ഫേസ് എടുത്തതിന് ശേഷം ഒരു ഫേസ്, അതായത് ഫേസ് ന്യൂട്രൽ ഉണ്ടാവില്ല ഐസൊലേറ്ററിൻ്റെ മുകളിൽ. ന്യൂട്രൽ ഡയറക്റ്റ് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ന്യൂട്രൽ എടുത്തതിന് ശേഷം ഈ പ്ലഗിൻ്റെ ന്യൂട്രലുകളിലേക്ക് എല്ലാം കൊടുക്കുക. എവിടേക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലഗ്ഗാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ രണ്ട് പ്ലഗിലേക്കും ന്യൂട്രൽ ഡയറക്റ്റഡ് ഐസൊലേറ്ററിൽ നിന്ന് നേരെ കൊടുത്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരിക്കും ഇത് ശരിയായ രീതിയല്ല. ശരിക്കും ഇതിൻ്റെ അകത്ത് ഐസൊലേറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ELCB വരണം, അല്ലെങ്കിൽ RCCB വരണം. RCCB കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ MCB കൊടുക്കാനായിട്ട്. ഇവിടെ ഓൾറെഡി ഐസൊലേറ്റർ ILCB അല്ലെങ്കിൽ RCCB ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണക്ഷൻ എടുക്കേണ്ട അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ MCB വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് RCCB നമ്മൾ മാക്സിമം വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസൊലേറ്റർ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് വരുന്നത് RCCB ആണ്. RCCB കഴിഞ്ഞിട്ട് വേണം നമുക്ക് MCB കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നേരെ ഐസൊലേറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തു. ഐസൊലേറ്ററിൽ നിന്ന് നേരെ ന്യൂട്രൽ എടുത്തതിന് ശേഷം നമ്മുടെ പ്ലഗുകൾക്ക്, പവർ പ്ലഗുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്ലഗുകളിലേക്ക് എല്ലാം കൊടുത്തു. അതിനുശേഷം നേരെ നമ്മുടെ ഫേസ് എടുത്തതിന് ശേഷം, അതായത് ഐസൊലേറ്ററിൻ്റെ മുകളിൽ നിന്നുള്ള ഫേസ് എടുത്തതിന് ശേഷം MCBയുടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MCB വഴി നമുക്ക് ഫേസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയും മാത്രമേ ഉള്ളൂ. ട്രിപ്പിങ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അത് വളരെ വ്യക്തമായിട്ടൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രിപ്പിങ് സംഭവിക്കണമെങ്കിൽ എർത്ത് ലീക്കേജായി കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് എർത്ത് ലീക്കേജ് വരുന്ന രീതിയിൽ എന്തെങ്കിലും വയർ കാര്യങ്ങളിൽ എർത്ത് ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ് ആവണമെങ്കിൽ RCCB മസ്റ്റായിട്ടും വേണം. ഇനി ട്രിപ്പ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ MCB കൊടുത്തത് മാക്സിമം നമുക്ക് ഷോർട്ടിങ് കാര്യങ്ങൾ എഫക്റ്റ് വരാണെങ്കിൽ MCB ട്രിപ്പ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സേഫ്റ്റി ആവുന്ന രീതിയിൽ മാത്രമാണ് നമുക്കിപ്പോൾ MCB യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലേക്കാൾ മുന്നേ MCBക്ക് മുന്നേ ഐസൊലേറ്ററിൻ്റെയും MCBക്കും സെൻട്രലായിട്ട് RCCB നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആദ്യമേ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ഐസൊലേറ്റർ വെച്ചാൽ മാത്രം പോരെ, ഐസൊലേറ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് സേഫ്റ്റി ഉണ്ടോ, ഈ ട്രിപ്പ് ആവോ കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഐസൊലേറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ സ്വിച്ചിനും പകരമായിട്ടെന്ന് പറയാൻ പറ്റില്ല. അത് മെയിൻ സ്വിച്ചിനാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമായിട്ടാണ് നമ്മൾ ഐസൊലേറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എടുക്കാവുന്ന ആംബിയർ അനുസരിച്ചിട്ട് മാക്സിമം ആംബിയർ, സിംഗിൾ ഫേസിന് ഉപയോഗിക്കുന്ന ആംബിയർ, അതുപോലെ തന്നെ 3 ഫേസിന് ഉപയോഗിക്കുന്ന ആംബിയർ, ഇതിനൊക്കെ ആശ്രയിച്ചിട്ട് നമുക്ക് ഐസൊലേറ്റർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നോർമൽ ലെവലിൽ നമ്മൾ വെക്കുന്ന ഐസൊലേറ്ററുകൾ സിംഗിൾ ഫേസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 3 ഫേസിൻ്റെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം, ഐസൊലേറ്റർ ഒരിക്കലും ട്രിപ്പ് ആവില്ല. നമുക്ക് ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രം, അതായത് ഫേസ് ന്യൂട്രൽ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും മാത്രമുള്ള ഒരു ഓപ്ഷനാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MCB എർത്ത് ലീക്കേജ്, അതായത് എന്തെങ്കിലും ജസ്റ്റ് എർത്ത് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MCB ട്രിപ്പ് ആവില്ല. അത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. MCB ട്രിപ്പ് ആവുന്നത് ഹൈ ആംബിയർ എടുക്കുന്ന സമയത്താണ് ട്രിപ്പ് ആവുന്നത്. ഹൈ ആംബിയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഷോട്ടിംഗ് എഫക്റ്റ്, ഫേസും ന്യൂട്രലും കൂടി ഒന്നിച്ച് ഷോർട്ട് ആവുന്ന എഫക്റ്റ് വരുമ്പോഴാണ് കൂടുതലും MCB ട്രിപ്പ് ആവുന്നത്. അതുമാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഹൈ ആംബിയർ, ഇപ്പോൾ 6 ആംസിൻ്റെ 6 ആംബിയർ വരുന്ന MCB നമ്മൾ കൊടുത്തിട്ട് 10 ആംബിയർ വർക്ക് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ട്രിപ്പ് ആവും. അപ്പോൾ MCB ട്രിപ്പ് ആവുന്നത് ഹൈ ആംബിയറും അതുപോലെ തന്നെ ഹൈ ആംബിയർ വരുന്ന സമയത്തും അതുപോലെ ഒരു ഷോട്ടിംഗ് എഫക്റ്റ് വരുമ്പോഴാണ് MCB ട്രിപ്പ് ആവുന്നത്. RCCB ELCB ട്രിപ്പ് ആവുന്നത് എർത്ത് ലീക്കേജ് കറണ്ടാണ്. അതിൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് 30 നമുക്ക് വാങ്ങിക്കാൻ കിട്ടും 30 മില്ലി ആംബിയർ 40 മില്ലി ആംസിൽ അത്രയും ലീക്കേജ് വരുമ്പോൾ, അതായത് ടോട്ടൽ വരുന്ന വോൾട്ടേജിൽ നിന്ന് ലീക്കേജ് വരുമ്പോഴാണ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്ന MCBയും RCCBയും ഐസൊലേറ്ററും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതാണോ സേഫ്റ്റി എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളിലൊന്നാണ് RCCB. നമ്മൾ ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ടും നമ്മൾ വെക്കണം. പെട്ടെന്നുള്ള കണക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത സമയങ്ങളിൽ തന്നെ നമുക്ക് ഈ RCCB അവിടെ ഫിറ്റ് ചെയ്ത് നമ്മൾ സേഫ്റ്റി ആക്കുന്നതാണ് നല്ലത്. ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം സേഫ്റ്റിയാണ്. കാരണം നമ്മുടെ വയർ കാര്യങ്ങളെല്ലാം തന്നെ വെള്ളത്തിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന മേഖലയിൽ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിത് അത് വളരെ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ RCCB മസ്റ്റായിട്ട് നമ്മളോട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ട്രിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പെട്ടെന്നൊരു കണക്ഷൻ സിമ്പിളായിട്ട് എടുക്കാം. എങ്ങനെ മീറ്റർ ബോക്സിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു കണക്ഷൻ എങ്ങനെ പെട്ടെന്ന് എടുക്കാമെന്നും, അതുപോലെ തന്നെ നമ്മുടെ പഴയ വീട്ടിൽ നിന്നും പെട്ടെന്ന് നമുക്ക് കണക്ഷൻ മാറ്റി പുതിയതായിട്ട് പുറത്തേക്ക് എങ്ങനെ കൊടുക്കാമെന്നും, അതുപോലെ തന്നെ RCCB ELCB ഐസൊലേറ്റർ അതുപോലെ തന്നെ MCB ഇതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് RCCB ട്രിപ്പ് ആവുന്നത്, MCB ട്രിപ്പ് ആവുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുന്നത്, ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിട്ട് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു മിനിമം 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.